വിചാരിച്ചില്ല. അപ്പൊ അറിയാത്തവർക്ക് വേണ്ടി എൻ്റെ പേര് അജിത്ത്. ഞാൻ 92-ലാണ് ഏഷ്യാനെറ്റ് ജോയിൻ ചെയ്തത്. ഏഷ്യാനെറ്റ് കാലിക്കറ്റിലാണ് അന്ന് ജോയിൻ ചെയ്തത്. കാലിക്കറ്റിൽ ജോയിൻ ചെയ്ത് വന്നപ്പം അവിടെ ഓഫീസൊന്നുമില്ല, ബെഞ്ചും ഡെസ്കും ഒക്കെയാണ് ഞങ്ങളുടെ ഓഫീസ്. അപ്പം അങ്ങനെ ബെഞ്ചും ഡെസ്കിലൊക്കെ ഇങ്ങനെ കഴിഞ്ഞുകൂടി. അപ്പം അങ്ങനെയാണ് ഒരു എഞ്ചിനീയറോടുണ്ടായിരുന്നു, രമേശ്. അങ്ങേര് ഞങ്ങളെല്ലാവരും പറഞ്ഞു ഞാനാണ് കേബിൾ ടി വി കണ്ടുപിടിച്ചത്. എന്നിട്ട് ഞങ്ങൾക്ക് കേബിൾ ടി വി ഒക്കെ പഠിപ്പിച്ചു തന്നു. നൗഷാദിന് ഓർമ്മ ഉണ്ടോ എനിക്കറിയില്ല. അങ്ങനെ കേബിൾ ടി വി എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നതൊക്കെ രമേശാണ് പഠിപ്പിച്ചത്. ആ പഠിപ്പിച്ചെന്നത് വെച്ചിട്ടാണ് ചവിട് ഓരോ പടിപടിയായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പഠിപ്പിച്ചതിൻ്റെ പ്രശ്നങ്ങളാണ്. എങ്ങനെയാണ് ആംപ്ലിഫയർ ബാലൻസ് ചെയ്യണ്ടേ എന്നങ്ങനെ. പിന്നെ ഒന്നും ഓർമ്മയിൽ അങ്ങനത്തെ പെട്ടെന്ന് വരുന്നില്ല. പിന്നെ ഞാൻ രമേശ്, മനോജ് ചെറിയനും ഞങ്ങളെല്ലാവരും കൂടെ ഒരു ഓട്ടോറിക്ഷയിൽ പോകുമ്പോൾ, അതാണ് ഓർമ്മയിൽ, ഓട്ടോറിക്ഷ ടോപ്പ് ചെയ്ത് ഞങ്ങൾ ഒരു ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു. പിന്നെ കുറച്ച് ദിവസം കോടതിയിൽ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി. അതൊരു സ്ഥിര സംഭവമായിരുന്നു. പിന്നെന്താണ്, പിന്നെ കൂടുതലൊന്നും പറയാനില്ല. ഓക്കെ, ദുബായിലാണ്. താങ്ക് യു. കുറച്ച് മനസ്സിലുണ്ട്, അത് മാറും. അടുത്തായിട്ട് നമ്മുടെ രാജ്കുമാറിന് കുറച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. രാജ്കുമാറിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഞാൻ ഏഷ്യാനെറ്റിൽ 1994 to 96 ജാനുവരി ഉണ്ടായിരുന്നു. ഈ 94 ജൂലൈ ടു 1996 ജാനുവരി. എഞ്ചിനീയറിംഗ് കോളേജ് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഫസ്റ്റ് ജോബായിരുന്നു എൻ്റെ. ഇറ്റ് വാസ് അപ്പം നമ്മൾ ആക്ച്വലി നന്നായിട്ട് എൻജോയ് ചെയ്തു, കംപ്ലീറ്റ് ഫ്രം സ്റ്റാർട്ട്. പിന്നെ നമ്മൾ വി ആർ സെറ്റ് ഓഫ് ശ്യാം, മനു, ശ്യാം, സുനിൽ, ശ്രീകുമാർ, പിന്നെ അനിൽ, നമ്മുടെ വട്ട, പിന്നെ നമ്മുടെ അനിൽ, പിന്നെ നമ്മുടെ ഹരി, സുമേഷ്, സനൽ. ഒരു അടിപൊളി വെള്ളോടി ഗ്യാങ് ഉണ്ടായിരുന്നു. ജയന്തിനോടെയാ എവിടെ ഉണ്ടായിരുന്നു? ഇല്ല, അതുണ്ടായിരുന്നു. പക്ഷേ ജയന്തൻ അവിടെ ട്രിവാൻഡ്രത്ത് അങ്ങനെ കൂട്ടുണ്ടായിരുന്നില്ല, കൊല്ലത്തില്ല. ഞാൻ കൊല്ലത്തോ അവിടെ വന്നേ ഉള്ളൂ. അപ്പൊ നമ്മള് വെള്ളോടിയായിരുന്നു മെയിൻ പരിപാടി. നമ്മൾ വൈകുന്നേരം പണി കഴിഞ്ഞാൽ വെള്ളോടിക്കാൻ പോകും. നമ്മുടെ മൊട്ടാനില് അതിന്റെ ലീഡറാണ് വെള്ളോടി. പിന്നെ നല്ല രസമായിരുന്നു. അത് കഴിഞ്ഞിട്ട് മനുവും ഞാനും ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. മനു എറണാകുളത്ത് പോയപ്പം മനുവിനെ എറണാകുളത്തോട് വിളിച്ചു. എറണാകുളത്ത് അടിപൊളിയായിരുന്നു. 350 rupees ആയിരുന്നു ഡെയിലി നമുക്ക് തരുന്ന ഡെയിലി അലവൻസ്. 350 rupees പെർ ഡേ.
അത് നമ്മുടെ ഫുള്ള് അന്ന് തന്നെ അടിച്ചു തീർക്കുമായിരുന്നു. വെള്ളമടി മനുവിനെ വെള്ളമടിക്കാൻ തുടങ്ങിയത് ഞാനാണ്. ശ്യാമിനെ എനിക്ക് തോന്നുന്നു ഞാൻ തന്നെയാണ് വെള്ളമടിച്ച് തുടങ്ങിയത്. പിന്നെ ജയരാജ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സ്റ്റീവി YFCയിലായിരുന്നു. നമ്മൾ ഡെയിലി അടിപൊളിയായിരുന്നു, റിയലി നൈസ്. അത് കഴിഞ്ഞ് 96 ഞാൻ MBA ചെയ്യാൻ പോയി. ഞാൻ ഫൈനാൻസിലാണ് സ്പെഷ്യലൈസ് ചെയ്തത്. അത് കഴിഞ്ഞ് ആഫ്റ്റർ MBA ഞാൻ ഡയറക്റ്റ്ലി മഷക് ബാങ്കിൽ ജോയിൻ ചെയ്തു. അത് ഞാൻ മഷക് ബാങ്കിലാണ്. അപ്പോൾ 2 ഹെഡിൻ്റെ സ്റ്റാർട്ടിങ് ഐ തിങ്ക് എറണാകുളത്ത് ഫുൾ സെറ്റപ്പ് ചെയ്ത് മനുവിനെ വിളിച്ച് മനു അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കൊല്ലം തുടങ്ങിയപ്പോൾ ജയന്തൻ്റെ ഞാനുമാണ് കൊല്ലവും ഫുൾ തുടങ്ങി ഇനീഷ്യൽ ഫേസ് ചെയ്തത്. ഇറ്റ് വാസ് റിയലി എൻജോയബിൾ. At present I am working with Mashak Bank. Thank you. ഞാൻ ട്രഷറിയിലാണ്, ഫോറിൻ എക്സ്ചേഞ്ച് ഡിപ്പാർട്ട്മെന്റ്. അടുത്തതായിട്ട് ഞാൻ ശ്രീ സുനിൽ കെ നായിഡുവിനെ ഗുഡ് ഈവനിങ് എവറിബഡി. ഈ വൈകുന്നേരം സമയത്ത് ഞാൻ ഒത്തിരി നേരം സംസാരിച്ചൊന്നും നിങ്ങളുടെ ടൈം എടുക്കുന്നില്ല. ഞാൻ 93 ഏഷ്യാനെറ്റ് ജോയിൻ ചെയ്തു. 93 to 95 ആയിരുന്നു എൻ്റെ ടൈം പീരീഡ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് പെയിൻറ്റിങ്ങിലേക്കെല്ലാം മാറി. പിന്നെ രമേശെല്ലാം ഇങ്ങോട്ട് വന്ന സമയത്ത് ഞാൻ കൂടെ ഒരു 1 or 2 months ടൈമിൽ ഞാൻ ഇങ്ങോട്ട് വരികയും ചെയ്തു. അപ്പം ഏഷ്യാനെറ്റിൽ എനിക്ക് ആകപ്പാടെ കിട്ടിയത് ഒരു 2 years സ്പാനാണ്. പക്ഷേ ദാറ്റ്സ് ദ ബിഗിനിങ് ഓഫ് മൈ കരിയർ. വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ഒരു സ്റ്റെപ്പ് എന്ന് പറയണം. ഇറ്റ്സ് ലൈക്ക് നമ്മളൊരു വളരെ ഒരു ബോണ്ട് ഒന്ന് ഫോം ചെയ്ത ഒരു ടൈമായിരുന്നു. ലോട്ട് ഓഫ് ഫ്രണ്ട്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ലൈക്ക് അന്ന് എന്താ പ്രോജക്റ്റ് അതൊന്നും നമുക്ക് ഹൗ ടു ഗോ ഹെഡ് ഇൻ ലൈഫ് വിത്ത് പ്രോജക്റ്റ് അങ്ങനെയെല്ലാം നമുക്കൊന്നും അറിയില്ല. വി ജസ്റ്റ് സ്റ്റാർട്ടഡ് ഓഫ്. അപ്പം ഒരു ടീം വർക്ക് എന്ന് പറഞ്ഞ് നമ്മൾ ഹൗ ടു എസ്റ്റാബ്ലിഷ് ഹൗ ടു ഗെറ്റ് എ പ്രോജക്റ്റ് ഡൺ എല്ലാം നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ടാർഗറ്റ് കിട്ടുമ്പോഴാണ് അന്ന് ജയചന്ദ്രൻ വാസ് മൈ compatriot, my rival team എന്ന് പറയണം. We all started off with targets, like how to establish pulling or how to get the volume of work done. Annu the first time pan-Asian system which came into operation, Annu Jeff and the whole team was there. ഫസ്റ്റ് സായിപ്പ് ഒന്ന് ഇറങ്ങുന്നത് ഷോ ഓൾ ചീഫ് ടെക് എല്ലാണ് നമ്മൾ അന്ന് ടെക്നോളജി പഠിപ്പിക്കുന്നത്. ഇറ്റ് വാസ് ലൈക്ക് സായിപ്പന്മാരെ ഒന്ന് പഠിപ്പിക്കുന്നത് ആൻഡ് വി ആർ ഗെറ്റിംഗ് ദ ടെക്നോളജി ഡയറക്റ്റ് ഇൻ ഹാൻഡ് ആൻഡ് വി ഹാവ് ടു ലേൺ ആസ് മച്ച് ആസ് പോസിബിൾ ആൻഡ് ദെൻ ട്രൈ ടു ഇംപ്ലിമെന്റ് ദ ഹോൾ തിങ് ഇൻ ഓൾ ഓവർ കേരള. അങ്ങനെ ഒരു സിറ്റുവേഷനിലായിരുന്നു നമ്മൾ വരുന്നത്. സോ ഇറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. ലൈക്ക് കിലോമീറ്റേഴ്സ് നമ്മൾ ഒരു ദിവസം വലിക്കുന്നത്. ആൻഡ് എൻഡ് ഓഫ് ദ ഡേ മൈസെൽഫ് ജയചന്ദ്രൻ 2 ടീമിലായിട്ട് വന്നിട്ട് നമ്മൾ ഡിസ്കസിങ് ഹൗ മച്ച് വോളിയൂംസ് ദാറ്റ് വി ഹാവ് പുൾഡ്. അതെല്ലാം ഒരു സാറ്റിസ്ഫാക്ഷൻ. ദ വോളിയൂം ഓഫ് വർക്ക് ഡൺ വാസ് സോ മച്ച് സാറ്റിസ്ഫൈങ്. അത് കഴിഞ്ഞിട്ട് ദെൻ വി വർ ബീൻ ആസ്ക്ഡ് ടു ടേക്ക് ഓവർ ഡിഫറെന്റ് ഏരിയാസ് ലൈക്ക് ഗോ ഇൻ ടു കാലിക്കറ്റ്, ഗോ ഇൻ ടു എറണാകുളം, ദെൻ ഗോ ഇൻ ടു കൊല്ലം. അവിടെയെല്ലാം പോയി ആ ഒരു ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു അവസരം നമുക്കെല്ലാം ഒരു ചാൻസ് കിട്ടുക. അവിടെ പോയി നമ്മൾ ഫസ്റ്റ് കൊല്ലത്ത് പോകുമ്പം we didn't know the place. Then Ramesh was there. He is also coming as a brand new guy out trying to understand what exactly has to be done. And teaching him all what type of technology and how the cable has to be pulled. And പുള്ളിയുടെ സൈഡിൽ നിന്നുള്ള ഒരു കമന്റ്സ്, മൈരെ നീ എല്ലാം ഒന്ന് കൂടുതൽ പഠിപ്പിക്കണ്ട, നമ്മളായിട്ട് കളിയാക്കുന്നതെല്ലാം. ഇറ്റ് വാസ് റിയലി ഒരു ഫണ്ടായിരുന്നു അത്. ആൻഡ് ദി എമൗണ്ട് ഓഫ് നോളജ് വി കുഡ് ഷെയർ ആൻഡ് ആ ഈവനിങ്സ് എല്ലാം സ്പെൻഡ് ചെയ്യുന്നത് ഇറ്റ് വാസ് റിയലി ഗുഡ്. അപ്പാർട്ട് ഫ്രം ദാറ്റ് കോഴിക്കോട് പോകുന്നു. നമ്മൾ
staying in MES and then installing the first dish antenna there. Calicut Medical College in the Bangla Institute. Those were all nostalgic days, you know. എനിക്കൊന്ന് പറയാനുള്ളത് ലൈക്ക് വാട്ട് കെയിം ഇൻ ടു മൈ മൈൻഡ് ഇസ് ലൈക്ക് ഇനിഷ്യൽ ഡേയ്സ് സായിപ്പ് വന്ന് നമുക്കൊന്ന് ടെക്നോളജി എല്ലാം പഠിപ്പിക്കുമ്പോൾ they were staying in South Park and they were paid royally by Asianet and we were the guys who had to take them around and then show what exactly which area they were we were pulling the cable. അപ്പോൾ അവർ പോകുമ്പോൾ എല്ലാം they always used to ask for water and all that stuff. Mineral water in particular, you know. അപ്പോൾ നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ we had to pay from our pockets. ആ വെള്ളം എന്ന് പറഞ്ഞാൽ those days it was like 5-6 rupees, which was very big. ഒരു ബോട്ടിൽ എന്ന് പറഞ്ഞാൽ we had to spend almost like 3-4 bottles for these guys. ഒരു പർട്ടിക്കുലർ പോയിന്റിൽ വരുമ്പോൾ എൻ്റെ കസിൻ്റെ വീടുണ്ടായിരുന്നു. ഐ ടുക്ക് ഓൾ ദീസ് ബോട്ടിൽസ് വെൻ ഫിൽഡ് അപ്പ് വെള്ളം എല്ലാം നിറച്ചിട്ട് അവിടെ ടാപ്പ് വാട്ടർ നിറച്ചിട്ട് കുടിച്ച ഉടനെ ടേസ്റ്റ് ലൈക്ക് യൂറിൻ. അതിനുശേഷം these guys have stopped buying water, taking water from us, you know. That is one of the experience which then they all had this beer in stock and avile varumbo ella kondu I shared with most of my friends, you know, like three bathroom നമ്മൾ we enjoy. വൈകുന്നേരം ആകുമ്പം we never നമുക്ക് വീട്ടിൽ പോകാൻ ഒരു ആഗ്രഹം പോലും ഇല്ല. രാത്രി അവിടെ നിൽക്കുക. രാത്രി എന്ന് പറഞ്ഞാൽ ഹെഡറിൽ വന്ന് AC അവിടെ മാത്രമേ AC ഉള്ള കിടന്ന് ഉറങ്ങാനൊരു അവസരം അതേ ഉള്ളു. ഹെഡൻ ഡ്യൂട്ടി ഞാൻ മിക്കവാറും ഞാൻ ചാർജ് എടുക്കും. ഞാൻ പറയും ഞാൻ നൈറ്റ് ഷിഫ്റ്റ് എടുക്കും. രാത്രി വന്നിട്ട് അവിടെ കിടക്കാം. ഒരു ദിവസം PG മേനോൻ വന്നിട്ട് ചോദിച്ചു ഇതേപോലെ എന്താ പറ്റിയത് സുനിൽ നെക്സ്റ്റ് ഡേ വാസ് സിക്ക്. PG മേനോൻ വന്നിട്ട് ഈ ആസ്കിങ് വൈ വാട്ട് ഹാപ്പൻ ടു യു? സർ ഭയങ്കര തണുപ്പായിരുന്നു, AC എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. ആൻഡ് ഐ ഫെൽറ്റ് സിക്ക്. സോ അത് ഇറ്റ് വാസ് ലൈക്ക് we used to take everything for granted and everybody was like it was a team, you know. It was really wonderful. നമ്മളെല്ലാം പഠിച്ചിട്ടുള്ള whatever we have gained in life is all from Asianet എന്ന് പറയണം. The volumes what we had to derive or the volumes which we had to give it to the management, the amount of teamwork, ഇതെല്ലാം right from the scratch. It was really good. ഇന്ന് ഏഷ്യാനെറ്റിൽ നിന്ന് നമ്മൾ വാട്ട് വി ഗെയിൻഡ് ഇസ് വാട്ട് വി ഹവ് ബീൻ പുട്ടിംഗ് ഫോർവേഡ് ഇൻ എത്തസിലാത്ത ജെയിൻ തോമസ് എല്ലാം ആ പ്ലാനിങ്ങിലെല്ലാം ഇരിക്കുമ്പോൾ ഇറ്റ് വാസ് ലൈക്ക് വി വർ ലൈക്ക് എ ഫ്രണ്ട്. വി ഹാഡ് സംബഡി ടു അപ്രോച്ച്. റഷീദ് അവിടെ ഇരിക്കുമ്പോൾ വി ഹാഡ് സംബഡി ടു അപ്രോച്ച് ആൻഡ് apart from that those were the only place where we had ladies, you know. When we go there, Rashid used to always miss why these guys are always there. At one point of time, even I want to just make a remark on that. We used to stand. They were all like engineers, like. How does it now? We are discussing with. One time, Rashid came. No, you guys are not supposed to come and discuss here. Anything. Rashid said that. Then next day onwards, we spent. What is this? We are coming to discuss something about the project and why is he stopping us from discussing this? It was like insecurity,